ആദരണീയനായ നിയമപണ്ഡിതൻ കൂടിയായിട്ടുള്ള നമ്മുടെ സഹപാനലിസ്റ്റ് സുപ്രീം കോടതി അഭിഭാഷകൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഈ കമ്മിറ്റിയുടെ പ്രത്യേകതയെ സംബന്ധിച്ച്. അത് തന്നെയാണ് ഇവിടെയും പിൻ പോയിന്റ് ചെയ്ത് വിശദീകരിക്കപ്പെടേണ്ടത് എന്ന് തോന്നുന്നു അങ്ങയുടെ അവസാന ഭാഗത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട്. 952 നിലവിൽ വന്നിട്ടുള്ള കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ജുഡീഷ്യൽ സ്വഭാവത്തോടു കൂടിയുള്ള കമ്മിറ്റിയല്ല നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള ഹേമ കമ്മിറ്റി. അതിന് സിവിൽ കോടതിയുടെ അധികാരപരിധിയില്ല. ആ ആങ്കർ വായിച്ച് ഒരുപക്ഷെ അങ്ങേക്ക് അറിവുള്ളത് പോലെ പ്രേക്ഷകർ സമക്ഷം ഒന്നുകൂടെ നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ അഭിഭാഷക സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ 37ാം ഖണ്ഡിക അസന്നിഗ്ധമായി 2 സന്ദേഹങ്ങൾക്കുള്ള മറുപടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് we had avoided recording of the names and other details of the witnesses in their statements. The task given to the committee is to study and report the problems faced by women in cinema. അവിടെയാണ്, അതായത് അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം കമ്മിറ്റിയുടെ 37ാം ഖണ്ഡിക സൂചിപ്പിക്കുന്നു, ഞങ്ങൾ ഡെലിബറേറ്റ്ലി ബോധപൂർവം ഈ വിഷയത്തിൽ ഞങ്ങളുടെ മുമ്പാകെ സാക്ഷി വിസ്താരം നടത്തിയിട്ടുള്ള, ഞങ്ങളുടെ മുമ്പാകെ മൊഴിപ്പകർപ്പ് നൽകിയിട്ടുള്ള മുഴുവൻ ഇത്തരത്തിലുള്ള ആളുകളുടെയും പേരുകൾ ബോധപൂർവം ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധിയെയും പ്രയാസങ്ങളെയും സ്ത്രീവിരുദ്ധമായ അനുഭവങ്ങളെയും സംബന്ധിച്ച് പഠിക്കുകയും അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയുമാണ്. അവിടെയാണ് ആദരണീയനായ സുപ്രീം കോടതി അഭിഭാഷകൻ മുമ്പ് ചൂണ്ടിക്കാണിച്ച 952 കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് പ്രകാരമുള്ള ജുഡീഷ്യൽ സ്വഭാവത്തോടുകൂടെയുള്ള കമ്മിറ്റി അല്ല ഹേമ കമ്മിറ്റി എന്നും, ഹേമ കമ്മിറ്റി എന്താണെന്ന് നീതിന്യായ വ്യവസ്ഥയിൽ ദീർഘകാലം ന്യായാധിപ കൂടെയായി ജോലിയെടുത്തിട്ടുള്ള ആദരണീയായ ഹേമയ്ക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് 37ാം ഖണ്ഡികയിൽ എന്തുകൊണ്ട് സർവൈവർ അല്ലെങ്കിൽ വിറ്റ്നസ് അല്ലെങ്കിൽ തങ്ങളുടെ മുമ്പാകെ ഇത്തരം അതൊരു തർക്ക വിഷയമല്ല. ഇത് ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രാഥമിക ജ്ഞാനമുള്ള ആളുകൾക്ക് അറിയാം. ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, മറിച്ച് സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ ശുപാർശകൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് എന്തെങ്കിലും കാര്യം ബാധ്യത സർക്കാരിനില്ല, ബൈൻഡിങ് അല്ല, ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിൽ തർക്കമില്ല. തർക്കം എന്ന് പറയുന്നത് സർക്കാരിന് മുമ്പിൽ, ഒരു നിയമ സംവിധാനത്തിന് മുമ്പിൽ കുറേ കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടു. ആ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അതിൽ പരാതി ഉണ്ടോ, പരാതിപ്പെടാൻ ആരെങ്കിലും ഉദ്യമിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ആരാഞ്ഞോ, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം വെളിപ്പെട്ട വേളയിൽ എന്ത് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ തർക്ക വിഷയമായി ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ള കുറ്റകൃത്യത്തെ അഡ്രസ് ചെയ്യണം എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയുമാണ്. അപ്പോൾ ഇത് റിപ്പോർട്ട് എന്ന് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടാണോ അല്ലയോ എന്നൊരു തർക്കമേ ഇല്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് അങ്ങയുടെ ചോദ്യത്തിലെ പ്രധാനപ്പെട്ട സന്ദേഹം. ആ സന്ദേഹത്തിന് നിയമപാണ്ഡിത്യം ഇല്ലാത്ത, എന്നാൽ നിയമപാണ്ഡിത്യമുള്ള നമ്മുടെ സഹപാനലിസ്റ്റ് പരിമിതികളോട് കൂടെയെങ്കിലും ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്കകത്ത് സർക്കാരിന് നേരിട്ട് കേസെടുക്കാൻ എന്തെങ്കിലും പരിമിതിയുണ്ടോ, എന്നാൽ നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ച് ഞാനൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് വെൻ, വേർ, ഹൗ ആൻഡ് ഹും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും ബലാത്സംഗ സ്വഭാവമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ നിർബന്ധമായും ഇന്നയോളമുള്ള സമീപകാലത്തെ നിയമ പരിജ്ഞാനം അല്ലെങ്കിൽ നിയമ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഉറപ്പായും ഒരു സർവൈവറും അതോടൊപ്പം തന്നെ ഒരു വേട്ടക്കാരനും ഉണ്ടായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ മുമ്പിൽ. ഇത്തരം അനുഭവം ഇല്ലാത്ത ഒരു കേസ് കോടതി മുമ്പാകെ വന്നാൽ അത് എത്രമാത്രം സ്റ്റാൻഡ് ചെയ്യപ്പെടും, അത് എത്ര കാലം മുമ്പോട്ടേക്ക് പോകും? ഞാൻ അതിന് ഏകപക്ഷീയമായി മറുപടി പറയുന്നില്ല. ആദരണീയനായ നിയമപണ്ഡിതൻ കൂടിയായ നമ്മുടെ സഹപാനലിസ്റ്റ് നമ്മുടെ ചർച്ചയിൽ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം മറുപടി പറയട്ടെ. പിന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങേയറ്റം പ്രതീക്ഷ നിർഭരമായ കാര്യങ്ങൾ തന്നെയാണ്. സുപ്രീം കോടതി പരിശോധിക്കട്ടെ, ഹൈക്കോടതി പരിശോധിക്കട്ടെ. ഹൈക്കോടതിയുടെ സമക്ഷത്തു നിന്നുള്ള ചില വാചകങ്ങളാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചത്. ഹൈക്കോടതി പരിശോധിക്കട്ടെ. ഇത്തരത്തിൽ സീല് വെച്ചിട്ടുള്ള വിഭജിക്കപ്പെടാതെ പൂർണ്ണമായും ലഭിക്കുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു വിശകലനം നടത്തി ഹൈക്കോടതി നിർദ്ദേശം നൽകുകയാണ്. ഇവിടെ ആർക്കാണ് പ്രതിസന്ധി, ഇവിടെ ആർക്കാണ് പോരായ്മ? നമ്മളുടെ മുമ്പാകെ ഇനിയിപ്പോ നിങ്ങൾ സൃഷ്ടിക്കുന്ന 2-3-4 ദിവസങ്ങളായി കേരളത്തിൽ പ്രതിപക്ഷവും ചില മുഖ്യധാര മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും മാത്രം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. ഈ റിപ്പോർട്ട് ബോധപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് കേസെടുക്കാൻ, ഉന്നതരെ രക്ഷിക്കാൻ കേരളത്തിലെ സർക്കാർ എന്തോ പ്രത്യേകതല ഏർപ്പാടുകൾ നടത്തുന്നു എന്നുള്ളത് അത്തരമൊരു വ്യാഖ്യാനത്തിന് ശരിവെക്കുന്നതാണോ സമീപകാല കേരളത്തിന്റെ ചരിത്രം? ഞാനിവിടെ സൂചിപ്പിച്ചു, പല ആദരണീയ ദീദി ദാമോദരൻ പറഞ്ഞപ്പോൾ പ്രസക്തമായി തോന്നിയ ഒരു കാര്യം എന്താണ്? പലപ്പോഴും വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത് സർവൈവറായി പരാതി നൽകുവാൻ ആർജവത്തോടുകൂടെ മുമ്പോട്ടേക്ക് വരുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരുമാവട്ടെ, അവരാണ് പലപ്പോഴും വിക്ടിമൈസ് ചെയ്യപ്പെടുക. ഇന്നലെ ഈ ആങ്കറുമായി തന്നെ ആദരണീയായ പാർവതി തിരുവോത്ത് 22 മിനിറ്റോളം നടത്തിയ അഭിമുഖ സംഭാഷണം കാണുവാനൊരു അവസരം ലഭിക്കുകയുണ്ടായി. അതിൽ പലപ്പോഴും അവർ പറയപ്പെടുന്നതാണ് ഇന്റർനെറ്റ് ട്രോളിങ്ങിന് വിധേയമാക്കപ്പെടുന്നത്, സാമൂഹ്യ മാധ്യമങ്ങളിലെ സർവ്വസീമകളും ലംഘിക്കുന്ന പരിഹാസങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നത്, പലപ്പോഴും ഇത്തരത്തിൽ പരാതി നൽകുവാൻ ആർജവത്തോടുകൂടെ മുമ്പോട്ടേക്ക് വരുന്ന സർവൈവേഴ്സ് ആണ്. ഞാൻ അതുകൊണ്ട് സർവൈവേഴ്സിന്റെ പൂർണ്ണമായ പേര് പറയുന്നില്ല. എന്നാൽ ആ സർവൈവർമാരെ ആ നിലയിലേക്ക് എത്തിച്ച പ്രതിപട്ടികയിൽ നിൽക്കുന്ന ആളുകളുടെ പേര് പറയാം.
കഴിഞ്ഞ ഒരു 10-12 കഴിഞ്ഞ ഒരു കുറച്ചധികം വർഷങ്ങൾക്കിടയിൽ 10-12 പേർ എത്രയോ ഉന്നത സ്ഥാനികർ പ്രതികളാക്കപ്പെട്ടു. ദിലീപ് എങ്ങനെയാണ് ജയിലിൽ കടന്നത്? എങ്ങനെയാണ് വിജയ് ബാബുവിനെതിരെ കേസ് ചുമക്കപ്പെട്ടത്? എങ്ങനെയാണ് സംവിധായകൻ ഒമർ ലല്ലു കേസിൽ പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് പോക്സോ കേസിൽ ശ്രീജിത്ത് രവി പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് ജീൻ പൊള്ളാൽ പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് ശ്രീനാഥ് ബാസി പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് സൂരജ് പാലാക്കാരൻ പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് സീരിയൽ നടിയുടെ പരാതിയിൽ സംവിധായകൻ ഉണ്ണികൃഷ്ണൻ പ്രതിയാക്കപ്പെട്ടത്? എങ്ങനെയാണ് ശാന്തിവിള ദിനേശ് പ്രതിയാക്കപ്പെട്ടത്? ഇതൊക്കെ ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിവിധ കാലയളവിൽ ചെയ്യപ്പെട്ട കാലയളവിൽ വിശദാംശങ്ങളിലേക്ക് ആർജവത്തോടുകൂടിയുള്ള നടപടികളുടെ ഭാഗമാണ്.